എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 co-presented by JB Luker USA. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ ബിഗ് ബോസ് വീട് നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ തമ്മിത്തല്ലുകളായിരുന്നു. എല്ലാ മത്സരാർത്ഥികളും വളരെ നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഫൈനലിൽ എടുക്കുന്ന ഈ ദിവസത്തിൽ ഒരുപാട് സെലിബ്രിറ്റി ഗസ്റ്റുകൾ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എത്തുന്നു. നമ്മുടെ സെൻറ് മേരീസ് ചർച്ച് കാർമൽഗിരിയിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഈ ഷോയുടെ ഭാഗമായിട്ട് ഒരുപാട് ആളുകളാണ് ഇങ്ങോട്ട് വരുന്നത്. എന്തായാലും ഈ ഷോയുടെ ഭാഗമായി ഒരു ചെറിയൊരു പാട്ട് മത്സരം നടത്തപ്പെടുകയാണ്. ഈ പരിപാടിയുടെ ഭാഗമായിട്ട് നമ്മുടെ ആദ്യം ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് വളരെ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമുക്ക് ഒരു നേതാവുണ്ട്. അദ്ദേഹം തന്നെയാണ് ഇതിലൊരു വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കടന്നു വരുന്നത്. നമുക്ക് അദ്ദേഹത്തെ വിളിക്കാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഇന്ന് കാർമൽ ആരാ ജയിച്ചത്? നമ്മുടെ പള്ളിയുടെ തിരുനാളിനോടനുബന്ധിച്ച് നടക്കുന്ന സംസ്ഥാന സമ്മേളനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമാണ്. മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, എന്തിനാണ് ഇങ്ങനെ ഒരു മൂകത? പിണറായി വിജയൻ വരുമ്പോൾ മൂകമായി ഇരിക്കുകയാണോ പാടുന്നത്? കയ്യടി ചോദിച്ചു വാങ്ങില്ല മുഖ്യമന്ത്രി. ഇത്രയും പേര് കൂടുതലായിട്ട് ഇത്രയും പേരെ കൈയടിച്ചുണ്ട്. അത് എന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു. മറ്റൊരാൾ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. मेरा प्यारा कारमलगिरी मैं पहली बार चेन्नई शहर में आया है. എനിക്ക് നിങ്ങളോട് നല്ല പണക്കമുണ്ട്. ഞാൻ വന്നപ്പോൾ ഒരു കയ്യടിക്ക് ഇത്രയും കയ്യടി പോലെ അരക്ക് കിട്ടിയില്ലല്ലോ. അതെന്താ? എന്നെ ആർക്കും ഇഷ്ടമല്ലേ? मेरा पिताई എല്ലാവരും പേടിച്ചിരിക്കുകയായിരിക്കും. मेरा पिताई എല്ലാവരെയും ഒന്ന് ആഘോഷമാക്കാൻ ഈ പരിപാടിയിൽ ഒരു പാട്ട് പാടേ പിണറായി. ഞാൻ പാട്ട് പാടാം, പക്ഷേ എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പാട്ട് പാടാമെന്ന് പറഞ്ഞില്ലേ? എന്തിനാണ് വലിയ ഡയലോഗ് എടുക്കുന്നത്? പാട്ട് പാടുമ്പോൾ ഇങ്ങനെ മൂകമായിരിക്കുന്ന ഒരു കാണിയോടെ എനിക്ക് കാണേണ്ടതില്ല. നല്ല കയ്യടികളും സപ്പോർട്ടും വേണം. കേരളത്തിലെ മുഖ്യമന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രിയും പാട്ട് പാടുമ്പോൾ ഇങ്ങനെയല്ല വേണം, നല്ല സപ്പോർട്ടോ. ഇല്ലെങ്കിൽ കർശനമായ നടപടി എടുക്കുന്നതാണ്. എല്ലാവരും അത് ഓർമ്മിക്കുക. ഇപ്പൊ പുതിയ തലമുറയല്ലേ, പുതിയ തലമുറയുടെ പാട്ട് തന്നെ ആയിക്കോട്ടെ അല്ലേ? ഇങ്ങനെ അല്പം മാസമായിട്ടുള്ള പാട്ടുകളാണ് പാടുന്നത്. ശക്തമായ കയ്യടികളാണ് വേണ്ടത് ഇതിന്. ആരവൊന്നും കേൾക്കട്ടെ, എല്ലാവരും ശരിയാ, നീ കേട്ടത് ശരിയാ, കാടണത്തി വരണ കൊമ്പന തളച്ചത് ശരിയാ, നീ കേട്ടത് ശരിയാ, വിത്തുകൾ വിതച്ചത് നാടേ നാട്ടിലെ പെരിയാൾ, നീ കേട്ടത് ശരിയാ, കാലം മാറിട നേരിൻ പാതകൾ ശരിയാ. നാഷണൽ ഹൈവേ കാണാൻ സാധിക്കുന്നില്ലേ? ശരിയാ, നീ കേട്ടത് ശരിയാ, കാടണത്തി വരണ കൊമ്പന തളച്ചത് ശരിയാ, നീ കേട്ടത് ശരിയാ, വിത്തുകൾ വിതച്ചത് നാളെ നാട്ടിൽ പെരിയാൾ, നീ കേട്ടത് ശരിയാ, കാലം മാറിട നേരിൻ പാതകൾ ശരിയാ പിണറായി. ശരി പാട്ടുകൊട്ടി പൊട്ടയിലൊക്കെ ശരി. വരന് വടക്കായ ചക്കന്മാര് വരന് വടക്കാണ പിന്നെ പറഞ്ഞിട്ട് കാരണ്ട. ഭജിച്ചാലും തീരുമാനം വന്ന് തീരുമാനമെല്ലാം മാറ്റി കളിച്ചാലും ദീർഘവീക്ഷണത്തിൽ വിജയം പുറപ്പെട്ട പൊക്ക പറഞ്ഞിട്ട് കരണ്ട. തുന്നി വെച്ച് വന്നതാണ് രണ്ടും ആണി കത്തുന്ന പക പോലെ തിളച്ചാലും തുകയടങ്ങുമ്പോൾ വിജയമില്ലേ.
കേട്ടത് ശരിയാ കാടലേക്ക് വരണ കൊമ്പന തളച്ചത് ശരിയാ നീ കേട്ടത് ശരിയാ വിത്തുകൾ വിതച്ചത് നാളെ നാട്ടിൽ പെരിയാൽ നീ കേട്ടത് ശരിയാ കാലം മാറിട് നേരിൻ പാതകൾ ശരിയാ എല്ലാവരും കൈയെടുക്കേ ആവേശം വരട്ടെ ഒരുമിച്ച് ഒന്ന് പോവാതെ നാടേ നാട്ടാരെ പല പാതകളുണ്ടട നേരാണേ കഴിവും കഴിവേലികളും മുണ്ട് ഭരിക്കണ നാടാണ് നാടും മണ്ണും മാറിപ്പൊടകാലം ഇത് കാശിന്റെ ലഹരി മൂക്കില രാജ്യത്ത് മൂക്കട പടതി കാട്ടണ കരിതി ചെറിയ മുഖം മറിച്ച് നടത്ത് പല കലകൾ പറിച്ച് വണ്ണ വടിയ തന്റെ തെറിഞ്ഞ കടവ് നെഞ്ചിലെരിഞ്ഞ കനവ് നെഞ്ചിലെരിഞ്ഞ കനവ് ശരിയാ നീ കേട്ടത് ശരിയാ കാട്ടണക്കി വരണ കൊമ്പന തടച്ചത് ശരിയാ നീ കേട്ടത് ശരിയാ വിത്തുകൾ വിതച്ചത്